ഹായ്, എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് കരുതുന്നു. ഇന്ന് ഞാനിവിടെ സ്ത്രീകൾ എങ്ങനെ സ്വയം പര്യാപ്തത നേടാം എന്നതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് സംസാരിക്കാമെന്ന് കരുതി. ഇന്നത്തെ സമൂഹത്തിൽ സ്ത്രീകളെല്ലാം നല്ല വിദ്യാഭ്യാസമൊക്കെ നേടി അവരുടേതായ മേഖലകളിൽ അവർ വളരെയധികം പ്രാവീണ്യം തെളിയിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു കാലഘട്ടമാണ്. പ്രൈമറി തലം മുതൽ തന്നെ പെൺകുട്ടികളൊക്കെ നല്ല വിദ്യാഭ്യാസം നേടി ഡിഗ്രികളൊക്കെ സമ്പാദിച്ച് പിന്നെ PhD, പിന്നെ MBBS, അതുപോലെ തന്നെ IAS സെലക്ഷൻ, എല്ലാത്തിലും അവരുടേതായ പ്രാവീണ്യം അവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കുറേ കുട്ടികൾ ഡിഗ്രി എടുത്ത് പിന്നെ അത് കഴിഞ്ഞ് BEd കഴിഞ്ഞിട്ട് പിന്നെ വിവാഹത്തിലേക്ക് കടന്നിട്ട് അവർ പിന്നെ കുടുംബജീവിതമായിട്ട് അങ്ങ് പോകുമ്പോഴത്തേന് ഒരുപാട് ഡിഗ്രികളൊക്കെ ഉള്ള ഒരുപാട് കുട്ടികൾ വെറുതെ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഒരു ജോലിയും ചെയ്യാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട്. പക്ഷേ ഹസ്ബൻഡിന് നല്ല ശമ്പളം കാണും, അതുകൊണ്ട് അവർ വിചാരിക്കും ഇതൊക്കെ മതി, ഇന്നിപ്പം എനിക്ക് ജോലിക്കൊന്നും പോകണ്ട എന്നൊരു തീരുമാനത്തിലൂടെ കടന്നു പോകുന്ന കുട്ടികളുമുണ്ട്. പക്ഷേ ജീവിത സാഹചര്യത്തിൽ കുറച്ച് കാലം കഴിയുമ്പോഴായിരിക്കും ഇവർക്ക് തോന്നുന്നത് കഷ്ടമായിപ്പോൾ, ഇത്രയും സമയം ഞാൻ വെറുതെ കളഞ്ഞല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്നൊരു ഇതിലൂടെ കടന്നു പോകുന്ന ഒന്ന് രണ്ട് പേരെയോട്ട് എനിക്ക് സംസാരിക്കേണ്ട കാര്യമുണ്ടായി. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഇങ്ങനെയാണ് ഇത്രയും ഡിഗ്രിയൊക്കെ എടുത്തിട്ട് ഈ കുട്ടികൾ വെറുതെ ഇങ്ങനെ ഇത്രയും സമയം കടന്നു പോയല്ലോ എന്ന്. 10 വർഷം 8 വർഷമൊക്കെ അവരുടെ വെറുതെ പോയി. ഇങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ സ്വയം സംരംഭങ്ങളൊക്കെ തുടങ്ങി അവരുടെ പ്രാവീണ്യം തെളിയിക്കാവുന്നതാണ്. അപ്പോൾ കമ്പ്യൂട്ടർ പരിശീലനം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വേണം അവർക്ക് അക്ഷയ സെൻറ്ററുകൾ ഇടുകയോ അല്ലെങ്കിൽ ഫോട്ടോസ്റ്റാറ്റ് പ്രിൻറ്റിങ് മെഷീനൊക്കെ എടുത്തു വെച്ച് അങ്ങനത്തെ ഒരു ചെറുകിട സംരംഭങ്ങളൊക്കെ തുടങ്ങുന്നതിന് ഇപ്പോൾ ഗവൺമെൻറ് തലത്തിലൊക്കെ വളരെയധികം അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് സ്ത്രീജനങ്ങളെ. അതുപോലെ കുടുംബശ്രീ വഴി അവർക്ക് ഒരുപാട് കോഴ്സ് കൊടുക്കുന്നുണ്ട്, പരിശീലനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കൊട്ടാരക്കര അവിടെ ഒരു പരിശീലന കേന്ദ്രമുണ്ട്. അതിലൊക്കെ ഒരുപാട് സ്ത്രീകൾക്ക് എന്ത് ചെയ്യാൻ താല്പര്യമുള്ള സ്ത്രീകൾ ഒരു പ്രോജക്റ്റ് കുടുംബശ്രീ വഴി സമർപ്പിച്ചാൽ അവരെ അതിന് കോഴ്സിന് വിളിക്കുകയും പഠിപ്പിക്കുകയും അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടുന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പം കൂൺ കൃഷി, അതുപോലെ തന്നെ തേനീച്ച വളർത്തൽ, ആട് കൃഷി, അതുപോലെ പിന്നെ ഈ തറയിലിടുന്ന മാറ്റ് ഉണ്ടാക്കുന്നത്, അത് ഉണ്ടാക്കാൻ പഠിച്ചിട്ടൊരു കുട്ടി ഇവിടെ അടുത്തൊരു സ്ഥലത്ത് നന്നായിട്ട് ആ കുട്ടി മാറ്റിൻ്റെ ഇത് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും അവിടെ പോയി വാങ്ങിക്കുന്നുണ്ട്, ഒരുപാട് കടകളിലൊക്കെ ആ കുട്ടി നടന്ന് കൊടുക്കുന്നുണ്ട്. അത് ആ കുട്ടി നന്നായിട്ട് അത് ചെയ്ത് മുന്നേറുന്നുണ്ട്. അതേപോലെ നമ്മൾ ഒരു സംരംഭങ്ങളൊക്കെ തുടങ്ങി അത് വിജയിപ്പിച്ച് മുന്നേറുന്നതും ഏറ്റവും നല്ലതാണ്. അല്ലെങ്കിൽ ഒന്നുമില്ല, വെറുതെ ട്യൂഷൻ എടുത്താൽ തന്നെ ഒരു മണിക്കൂറിന് 500 രൂപ വെച്ചെങ്കിലും ഒരു ട്യൂട്ടോറുകളിൽ നിന്ന് പഠിപ്പിച്ചാൽ തന്നെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് പഠിച്ചിട്ട് വെറുതെ വീട്ടിലിരുന്ന് സമയം കളയാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോഴായിരിക്കും നമുക്കതൊരു തോന്നൽ വരുന്നത്. ഇപ്പം ഹസ്ബൻഡിനൊക്കെ ഒരുപാട് ശമ്പളം ഉള്ളവരാണെങ്കിലും നമ്മുടെ കയ്യിൽ നമ്മുടെ അക്കൗണ്ടിൽ സ്വന്തമായിട്ട് പൈസ എടുത്ത് നമുക്കുള്ള ഒരു ആവശ്യത്തിന് എടുക്കാനും ഒരാൾക്ക് ഒരു 5 പൈസ കൊടുക്കുന്നതിന് ഹസ്ബൻഡിനോട് ചോദിക്കാതെ അത് കൊടുക്കാൻ പറ്റുന്നതും ഒക്കെ എന്ന് പറയുന്നത് ഒരു ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ്. അതുകൊണ്ട് സ്വന്തമായിട്ട് അവരവർക്ക് എന്താ താല്പര്യം, ഇപ്പം സ്റ്റിച്ചിങ്, തയ്യൽ അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ സ്വന്തമായിട്ട് തയ്ച്ചു കൊടുക്കുക. തയ്യലൊക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് നല്ല പൈസയാണ്. ഒരു ബ്ലൗസ് തയ്ക്കുന്നതിന് തന്നെ 250-300 രൂപയാണ്. പിന്നെ അതിൽ എംബ്രോയ്ഡറി ഒക്കെ ചെയ്ത് കൊടുക്കാമെങ്കിൽ 500-1000 രൂപയൊക്കെയാണ് ചുരിദാറിലൊക്കെ എംബ്രോയ്ഡറി ഒക്കെ ചെയ്ത് കൊടുത്ത് ഓരോ ആൾക്കാർ വാങ്ങിക്കുന്നത്. അതുപോലെ തന്നെ തുണിക്കടകളൊക്കെ ഇടുന്നുണ്ട്. അങ്ങനെ ബുട്ടിക്കുകളൊക്കെ തുടങ്ങി അത് ചെറുകിട സംരംഭങ്ങൾ എന്തെങ്കിലും ചെയ്ത് നമ്മൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്നെങ്കിൽ അങ്ങനെ ചെയ്യുക. പിന്നീട് ഒരുപാട് പ്രായമൊന്നും കഴിഞ്ഞിട്ടില്ല കുട്ടികളാണെങ്കിൽ നന്നായിട്ട് PSC കോച്ചിങ്ങൊക്കെ പഠിച്ച് ജോലി നേടാൻ ശ്രമിക്കുക. ഏത് രീതിയിലായാലും നമ്മളുടെ കയ്യിൽ കുറച്ച് സ്വന്തമായിട്ട് അവരവർ തന്നെ അധ്വാനിച്ച് കുറച്ച് പൈസ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ പിന്നെ ഒരുപാട് പെൺകുട്ടികൾ തുണിക്കടകളിലൊക്കെ നിൽക്കാനും പിന്നെ ഈ പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള ജോലികളിലൊക്കെ ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട്. എങ്കിലും സ്ത്രീകൾ സ്വന്തമായിട്ട് അവരവരുടെ ആവശ്യത്തിനുള്ള പൈസയെങ്കിലും സ്വന്തമായിട്ട് കണ്ടെത്തി മുന്നേറുമ്പോൾ മാത്രമേ അതിലൊരു വിജയം നമുക്കുണ്ടാവുകയുള്ളൂ. പിന്നീട് ഇപ്പോൾ കുടുംബശ്രീയിൽ തന്നെ ഒരുപാട് ഇത് ചെയ്യുന്നുണ്ടെങ്കിലും മിക്കവാറും ആൾക്കാർ ആഴ്ചതോറും അടയ്ക്കാനുള്ള പൈസ ഹസ്ബൻഡിൻ്റെ നിന്ന് മേടിച്ചുകൊണ്ടാണ് ചെല്ലുന്നത്. അതങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ കുടുംബശ്രീ മിഷൻകാരൊക്കെ ഒരുപാട് ഇതുപോലെ കോച്ചിങ് അവർക്ക് പരിശീലനങ്ങൾ കൊടുക്കുന്നത്. ആട് കൃഷി, കൂൺ കൃഷി, ഇപ്പോൾ കോഴികളെ വളർത്താൻ താല്പര്യമുള്ളവർ നന്നായിട്ട് മുട്ടക്കോഴിയുടെ
ഒരു ബിസിനസ് തുടങ്ങുക അങ്ങനെയൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ ഒരുപാട് നല്ല ബിസിനസ്സുകളൊക്കെ ചെയ്യാനുള്ള എല്ലാ പ്രോത്സാഹനങ്ങളും ഗവൺമെൻറ് തലത്തിൽ നമുക്ക് ചെയ്തു തരും. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ സ്ത്രീകൾ ഒരിക്കലും എനിക്ക് ജോലിയില്ല, അതുകൊണ്ട് എനിക്ക് കുട്ടികളൊക്കെ സ്കൂളിൽ പോയി വെറുതെ വീട്ടിലിരുന്ന് ടി വിയും കണ്ട് മൊബൈലും കളിച്ച് ഇങ്ങനെ ഇരുന്ന് സമയം കളയാതെ അവരവർക്ക് പേപ്പർ ബാഗ് നിർമ്മാണമുണ്ട്, അതും പഠിപ്പിക്കുന്നുണ്ട്. പേപ്പർ ബാഗ് ഇപ്പോൾ നമ്മൾ കൂടുതലും പ്ലാസ്റ്റിക് ബാഗ് ഉപയോഗിക്കരുതെന്നാണല്ലോ നിയമം വന്നിരിക്കുന്നത്. അപ്പോഴേ ഒരുപാട് കടകളിലൊക്കെ ഈ പേപ്പർ ബാഗിന് ആവശ്യമുണ്ട്. അതിൻ്റെ പരിശീലനം നമുക്ക് കൊട്ടാരക്കരയിലൊക്കെ അതുപോലെ പരിശീലന കേന്ദ്രങ്ങളുണ്ട്. അത് മൊബൈൽ നെറ്റ് കയറി അടിച്ച് നോക്കിയാൽ അറിയാം. അവിടെ പോയി അതിൻ്റെ പരിശീലനമൊക്കെ കിട്ടി കഴിഞ്ഞാൽ നല്ല പേപ്പർ ബാഗ് ഓരോരോ കടകളുടെ പേരൊക്കെ വെച്ച് പ്രിൻറ്റ് ചെയ്ത് കൊടുക്കാമെങ്കിലൊക്കെ നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് സംരംഭങ്ങൾ നമ്മുടെ സമൂഹത്തിലൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ആരും വെറുതെ വീട്ടിലിരുന്ന് സമയം കളയരുത്. എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് നമുക്ക് നമ്മുടെ സ്വന്തം ആവശ്യത്തിനുള്ള പൈസ നമ്മൾ തന്നെ കണ്ടെത്തുക. അതിലൂടെ സ്ത്രീകൾ മുന്നേറുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയൊക്കെ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഇതിൽ കൂടുതലൊക്കെ എല്ലാവരും അവരവരുടെ അനുഭവത്തിൽ നിന്ന് വരുമ്പോഴാണ് നമുക്കിത് കൂടുതൽ പറയാൻ. ഇപ്പോൾ ജീവിത സാഹചര്യത്തിൽ അങ്ങനെ മുന്നേറിക്കൊണ്ട് പോകുന്ന സമയത്തായിരിക്കും എന്തെങ്കിലും ഒരു ഇപ്പോൾ ഈ ഇടയ്ക്ക് തന്നെ ഒരു ഭർത്താവ് ഡൈവേഴ്സ് ആയിപ്പോയി. ആ കുട്ടികൾ 2 എണ്ണം ഉണ്ട്. കുട്ടികളെ എങ്ങനെ വളർത്തണമെന്നറിയാതെ അമ്മ വിഷമിക്കുന്ന ഒരു അവസ്ഥ എനിക്ക് കാണുകയുണ്ടായി. എന്ന് വെച്ചാൽ അമ്മയ്ക്ക് നല്ല ഡിഗ്രിയൊക്കെ ഉണ്ട്, പക്ഷേ അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ടില്ലാത്തതുകൊണ്ട് ഇനി എന്ത് ചെയ്യും, എങ്ങനെ ഞാൻ വളർത്തും എന്നൊക്കെ ഒരു ചിന്തകൾ വരാറുണ്ട്. അതുപോലൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നഷ്ടപ്പെട്ടു പോയ സമയങ്ങൾ നമുക്കിനി തിരിച്ചു കിട്ടത്തില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ ആലോചിച്ച് നമുക്ക് അതിലൂടെ മുന്നേറാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് എല്ലാ സ്ത്രീകളോടും പറയാനുള്ളത്. എല്ലാവരും അതിൽ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ തൽക്കാലം നിർത്തുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ബൈ.